നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയത്തുടക്കം കുറിച്ചിരിക്കുന്നു. 3-1 ഷില്ലോങ് ലജോങ്ങിനെ പരാജയപ്പെടുത്തിയത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വിദേശ താരം കോമെ പെപ്ര ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ ഐമൻ ഒരു ഗോളും കണ്ടെത്തി. 3-1 വിജയം. ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് 2-1 മുന്നിലായിരുന്നു. കളിയുടെ 15ാമത്തെ മിനിറ്റിലാണ് ആദ്യ ഗോൾ വന്നത്. പെപ്ര ബ്ലാസ്റ്റേഴ്സിന് മുന്നിലേക്ക് എത്തിച്ചു. അതിൽ ഡയമണ്ട് ഗോസിന്റെ പാസിൽ നിന്നാണ് ആ ഗോൾ വരുന്നത്. തുടർന്ന് കളി പുരോഗമിക്കവേ 27ാമത്തെ മിനിറ്റിൽ പ്രബീർ ദാസിന്റെ ക്രോസ് ഡിഫ്ലക്റ്റഡ് ആയി വന്നത് വലയിലേക്ക് ചെസ്റ്റ് കൊണ്ട് എത്തിച്ചുകൊണ്ട് പെപ്ര സ്കോർ ലൈൻ 2-0 എന്ന രൂപത്തിലേക്ക് മാറ്റി. പക്ഷെ തൊട്ട് പുറകെ തന്നെ ഷില്ലോങ് ലജോങ്ങിന് ഒരു പെനാൽറ്റി ലഭിക്കുന്നു. അത് ഗോളാക്കി മാറ്റിക്കൊണ്ട് സ്കോർ ലൈൻ 2-1 എന്ന രൂപത്തിലേക്കാക്കി. ഇടവേള സമയത്ത് ബ്ലാസ്റ്റേഴ്സ് 2-1 മുന്നിലാണ്. ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ആധിപത്യം പുലർത്തിയത്. ഇടയ്ക്ക് ചില കൗണ്ടർ അറ്റാക്കുകൾ പോലെ നടത്തി ഷില്ലോങ് ലജോങ് എന്ന് മാത്രം. രണ്ടാം പകുതിയിൽ തുടക്കത്തിൽ തന്നെ ഐമൻ കളി പൂർണ്ണമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരുതിയിലേക്ക് കൊണ്ടുവന്നു. കളിയുടെ തുടക്കത്തിൽ തന്നെ രണ്ടാം പകുതി തുടങ്ങി ഉടൻ തന്നെ ഐമന്റെ ഗോൾ കൂടി പിറന്നപ്പോൾ KBFC വിജയം ഉറപ്പാക്കുകയായിരുന്നു. തുടർന്ന് കളി പുരോഗമിക്കവേ പല മാറ്റങ്ങളും ഇവാൻ വുക്കുബനോവിച്ച് വരുത്തി. സൗരവ് മണ്ഡലും വിദ്യാസാഗറും അതുപോലെയുള്ള താരങ്ങളും ബ്രേസൊക്കെ കളിക്കളത്തിലേക്ക് വന്നിരുന്നു. പക്ഷെ പിന്നീട് ഗോൾ പിറന്നില്ല. ഇപ്പോൾ 3-1 വിജയം. ആദ്യ പകുതി 2 ഗോളുകൾ, ശേഷം ഐമന്റെ ഒരു ഗോൾ. 3-1 വിജയവുമായിട്ട് സൂപ്പർ കപ്പിൽ സൂപ്പർ തുടക്കമിട്ടിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.